നമസ്കാരം. ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഗൗരവമേറിയ രോഗാവസ്ഥയാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് വന്ന വ്യക്തിയിൽ അവരുടെ ജീവിതകാല വൈകല്യമായിട്ടോ അല്ലെങ്കിൽ ഇവൻ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക്. ആദ്യഘട്ടത്തിൽ അവർക്കൊരു ബലഹീനത അനുഭവപ്പെടുകയും ഏതെങ്കിലും ഒരു വശത്തായിട്ട് തളർച്ച അനുഭവപ്പെടുക, അതോടൊപ്പം കൈകൾക്കും കാലുകൾക്കും തരിപ്പും മരവിപ്പും ഉണ്ടാവുക, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, വായുടെ ഒരു വശത്തേക്ക് ഒരു മരവിപ്പ് അനുഭവപ്പെടുക, ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് വാ കോടുന്നതായിട്ട് തോന്നുക, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അതികഠിനമായിട്ടുള്ള തലവേദന ഉണ്ടാകുക, കഴുത്തിന് നല്ല സ്റ്റിഫ്നെസ് ഉണ്ടാവുക, ഇവൻ ഓർമ്മക്കുറവ് വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പല തരത്തിൽ കണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണ് സ്ട്രോക്ക് ഉണ്ടാവുന്നത്? രണ്ട് രീതിയിലാണ് സ്ട്രോക്ക് ഉണ്ടാവുന്നത്. ഒന്ന് ഇഷീമിക് സ്ട്രോക്കും ഉണ്ട്, ഹെമറേജിക് സ്ട്രോക്കും ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ സെൽസിന് കറക്റ്റ് ആയിട്ടുള്ള പോഷണവും ഓക്സിജനും കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ ബ്രെയിൻ സെൽസിന് ഡെത്ത് ഉണ്ടാവുകയും അങ്ങനെ ഇഷീമിക് സ്ട്രോക്ക് ഉണ്ടാകുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ രക്തക്കുഴലുകൾക്ക് അമിതമായിട്ടുള്ള രക്തപ്രവാഹം ഉണ്ടാവുകയും അത് രക്തക്കുഴലുകൾക്ക് സമ്മർദ്ദമുണ്ടാക്കി ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഫാസ്റ്റ് എന്ന 4 ലെറ്റേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവരിൽ സ്ട്രോക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യ ഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. അതായത് F സ്റ്റാൻഡ്സ് ഫോർ ഫേസ്. അവരെ കൊണ്ട് ഫേസിൽ എക്സ്പ്രഷൻസ് ചെയ്ത് നോക്കുക, അതായത് വായൊന്ന് ബ്ലോ ചെയ്യാൻ നോക്കുക, ചിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. രണ്ടാമത് A ഫോർ ആംസ്. നമ്മുടെ കൈകളോ കാലുകളോ ഒന്ന് ഉയർത്തി നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് രണ്ടാമത് S സ്പീച്ച് ആണ്. അവരെ നിരന്തരമായിട്ട് സംസാരിപ്പിക്കുക. സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. നാലാമത് ടൈമാണ്. ഈ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ കൃത്യസമയത്ത് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഫേസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ അവരിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള BP അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റികോയാഗുലൻസ് ആയിട്ടുള്ള മെഡിസിൻസ് അവർ നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടോ എന്തെങ്കിലും ഡിപ്രഷൻ കാരണമോ ഒക്കെ ഇവർക്ക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അതായത് സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എമർജൻസി മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യുകയും അതിൻ്റെ ഒരു ആദ്യ 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ വേറൊരാളെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യുവാൻ ഉറപ്പായിട്ടും സാധിക്കുന്നതാണ്. ഇതേ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ രാജ്യത്ത് എവിടെ നിന്നും ഓൺലൈൻ കൺസൾട്ടേഷൻ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.